അങ്ങനെ അബ്രഹാം മോസ്ലർ എന്ന സിനിമ ആദ്യ ദിവസം പൂർത്തിയാക്കി രണ്ടാം ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള യഥാർത്ഥ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ജയറാമിനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് മമ്മൂക്ക കാമിയോ റോളിലെത്തിയ ജഗദീഷ്, ഒപ്പം തന്നെ അനശ്വര രാജൻ, അർജുന അശോകൻ തുടങ്ങി വലിയ താരനിരയോട് തിയേറ്ററുകളിലേക്ക് എത്തിയ അബ്രഹാം മോസ്ലർ എന്ന സിനിമ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇപ്പോഴത്തെ നാം പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപടി മുകളിലേക്ക് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. 3 കോടി രൂപ വരെ നേടിയെടുക്കാമെന്ന് പ്രേക്ഷകർ നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ആദ്യ ദിവസത്തെ സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 3 കോടി 10 ലക്ഷത്തിലേക്ക് സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും വളരെ മികച്ച കളക്ഷൻ എന്നതിലുപരി ജയറാം എന്ന നായിക നടന്റെ കരിയറിലെ തന്നെ റെക്കോർഡ് FT കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമ കൂടിയായിട്ട് അബ്രഹാം മോസ്ലർ മാറിയിരിക്കുകയാണ്. ജയറാമിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പോഡ് റിലീസ് ചെയ്യപ്പെട്ട, ഏറ്റവും കൂടുതൽ സ്ക്രീനുകളിൽ റിലീസ് ചെയ്യപ്പെട്ട, ലോകമെമ്പാടും വമ്പൻ റിലീസോടെ എത്തപ്പെട്ട സിനിമ കൂടിയാണ് അബ്രഹാം മോസ്ലർ. അതുപോലെ തന്നെ സമീപകാലത്ത് ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ കൂടിയായിരുന്നു ജയറാമിന്റെ അബ്രഹാം മോസ്ലർ. ഇപ്പോഴത്തെ അതേ ജയറാം സിനിമ തന്നെ ആദ്യ ദിവസം കേരളത്തിൽ നിന്നും റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത് തുടങ്ങിയിരിക്കുകയാണ്. ജയറാമിന്റെ കരിയറിലെ FT റെക്കോർഡ് കളക്ഷൻ എന്നതോടൊപ്പം തന്നെ പറയേണ്ടത് മിഥുൻ മാനുവൽ തോമസ് എന്ന സംവിധായകന്റെ കരിയറിലെ ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമ കൂടിയായിട്ട് ചിത്രം മാറി എന്നതാണ്. നേരത്തെ വിവിധ ഘട്ടങ്ങളിൽ ആട് 2 ആണെങ്കിലും അഞ്ചാം പാതിര ആണെങ്കിലും അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ഫൈനൽ കളക്ഷനും ഏറ്റവും കൂടുതൽ FT കളക്ഷൻ എല്ലാം തന്നെ നേടിയെടുത്ത സിനിമയാണ്. ഇപ്പോഴത്തെ അതേ പാതയിൽ തന്നെയാണ് അബ്രഹാം മോസ്ലർ. ഇനി സിനിമയുടെ ഫൈനൽ കളക്ഷനും റെക്കോർഡ് ഇടുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. ഇതിനിടയിലെ ജയറാമിന്റെ ഇപ്പോഴത്തെ സ്വന്തം നാടായ തമിഴ്നാട്ടിൽ നിന്നും സിനിമ ഏകദേശം 15 ലക്ഷത്തിലധികം ആദ്യ ദിവസം കളക്ഷൻ നേടിയിട്ടുണ്ട്. അവിടെ മികച്ചൊരു തുടക്കം സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ മറ്റ് റെസ്റ്റ് ഓഫ് ഇന്ത്യ ഡീറ്റെയിൽ കളക്ഷൻ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും 3 കോടി 40 ലക്ഷത്തോളം രൂപ ആദ്യ ദിവസത്തെ ഇന്ത്യൻ കളക്ഷനായിട്ട് പ്രതീക്ഷിക്കുന്നു. അതേസമയം വേൾഡ് വൈഡ് കളക്ഷൻ ഇന്ന് വൈകിട്ടോടെ മാത്രമേ പുറത്തു വരികയുള്ളൂ. 5 കോടിക്ക് മുകളിൽ, ഇന്നലെ പ്രേക്ഷകരെ സൂചിപ്പിച്ചതുപോലെ 5 കോടിക്ക് മുകളിലാണ് FT വേൾഡ് വൈഡ് കളക്ഷൻ നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിൽ ജയറാമിന്റെ അബ്രഹാം മോസ്ലർ എന്ന സിനിമയുടെ സക്സസ് മീറ്റ് ഇന്ന് കൊച്ചിയിൽ നടന്നിരിക്കുകയാണ്. മമ്മൂക്കയും ആ സക്സസ് മീറ്റിൽ പങ്കെടുക്കുകയുണ്ടായി. നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത് സിനിമയെ വിജയിപ്പിച്ച പ്രേക്ഷകർക്ക് നന്ദി പറയാനായിട്ടും സിനിമയുടെ അണിയറ പ്രവർത്തകർ മറന്നില്ല. എന്തായാലും അബ്രഹാം മോസ്ലർ എന്ന സിനിമയ്ക്ക് ഇന്നും നല്ല ബുക്കിംഗ് ആണ്. ബുക്ക് മൈ ഷോ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. കാത്തിരിക്കൂ അബ്രഹാം മോസ്ലറിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാനായിട്ട്.